അസ്സലാമു അലൈക്കും. പലർക്കും തോന്നുന്ന ഒരു ചിന്തയുണ്ട്, വലിയ ഇബാദത്തുകൾ ചെയ്താൽ മതി, വലിയ സദഖ കൊടുത്താൽ മതി, വലിയ ത്യാഗങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഇസ്ലാം നമ്മളോട് പറയുന്ന ഒരതിമനോഹരമായ സത്യം, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തികൾ വലിയവ മാത്രമല്ല, സ്ഥിരമായി ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തികൾ കുറച്ചായാലും സ്ഥിരമായി ചെയ്യുന്നവയാണ്. ഇത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. ചെറിയ സുന്നത്ത് എന്നാൽ ചെറിയ കാര്യമല്ല. നമ്മൾ ചെറിയ എന്ന് വിളിക്കുന്നത് അല്ലാഹുവിന്റെ കണക്കിൽ ചെറിയതായിരിക്കണമെന്നില്ല. കാരണം ഒരു പ്രവൃത്തി ചെറിയതാകാം, പക്ഷെ അതിന്റെ നീയത്ത് വലുതായിരിക്കാം. ഒരു പുഞ്ചിരി, ഒരു സലാം, ഒരു ബിസ്മില്ലാ, ഇവ ചെറിയതായി തോന്നും, പക്ഷെ ആകാശത്തെഴുതപ്പെടുന്ന പ്രതിഫലം വലുതായിരിക്കും. ചെറിയ സുന്നത്തുകൾ എളുപ്പമാണ്. വലിയ ഇബാദത്ത് ചെയ്യാൻ ചിലപ്പോൾ സമയം വേണം, ശക്തി വേണം, പ്രത്യേക സാഹചര്യം വേണം. പക്ഷെ ചെറിയ സുന്നത്തുകൾക്ക് സമയമധികം വേണ്ട, പണം വേണ്ട, പ്രത്യേക തയ്യാറെടുപ്പ് വേണ്ട. അതുകൊണ്ടാണ് അല്ലാഹു നമുക്ക് ഇത്രയും ലളിതമായ വഴികൾ തുറന്നിരിക്കുന്നത്. ചെറിയ സുന്നത്തുകൾ വലിയ പാപങ്ങൾ തടയും. ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ ബിസ്മില്ലാഹ് പറയുന്നു, സലാം പറയുന്നു, ദിക്ർ ചൊല്ലുന്നു. ഇവ ചെറിയ കാര്യങ്ങൾ പോലെ തോന്നും, പക്ഷെ ഇവ ഹൃദയം ജീവനോടെ സൂക്ഷിക്കും. ജീവിച്ചിരിക്കുന്ന ഹൃദയം പാവത്തിലേക്കെളുപ്പം വീഴില്ല. ചെറിയ സുന്നത്തുകൾ ശീലമായാൽ, നീ ശ്രദ്ധിച്ചാൽ കാണാം, ചെറിയ സുന്നത്തുകൾ ശീലമായാൽ നമസ്കാരം ലഘുവായി തോന്നില്ല, ഹറാം വെറുപ്പായി തോന്നും, ഹലാൽ സുഖമായി തോന്നും. കാരണം നിന്റെ ജീവിതം പതുക്കെ സുന്നത്ത് നിറഞ്ഞതാകുന്നു. അല്ലാഹു നമ്മളോട് കരുണ കാണിച്ച വഴികൾ. അല്ലാഹു നമ്മളോട് പറയുന്നു, എനിക്കടുത്തുവരാൻ നിങ്ങൾ വലിയവരാകണമെന്നില്ല, നിങ്ങൾ സത്യസന്ധരായാൽ മതി. ചെറിയ സുന്നത്തുകൾ അല്ലാഹുവിന്റെ കരുണയുടെ തെളിവാണ്. ഒരു ചോദ്യം നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ചെയ്യുന്ന ഒരു ചെറിയ സുന്നത്ത് നാളെ നിന്റെ ഖബറിനെ പ്രകാശിപ്പിച്ചേക്കാം. നീ ലഘുവായി കാണുന്ന ഒരു പ്രവൃത്തി നാളെ നിന്റെ രക്ഷയായേക്കാം. ചെറിയ സുന്നത്തുകൾ ചെറിയതല്ല, അവ ചെറിയ വാതിലുകൾ വലിയ ജന്നത്തിലേക്ക്. ഒരു സൂഫി കഥ. ചെറിയ ദീപം. ഒരു ഗ്രാമത്തിന്റെ അറ്റത്ത് ഒരു വൃദ്ധനായ സൂഫി താമസിച്ചിരുന്നു. അവരുടെ വീട്ടിൽ വലിയ ലൈബ്രറിയില്ല, വലിയ ശിഷ്യസംഘമില്ല, വലിയ പ്രസംഗങ്ങളില്ല. പക്ഷെ ഓരോ ദിവസവും അവനൊരു ചെറിയ ദീപം തെളിയിക്കും. ഒരു യാത്രക്കാരൻ ഒരിക്കൽ ചോദിച്ചു, ഷെയ്ഖേ, ഇത്ര ചെറിയ ദീപം തെളിയിച്ചാൽ എന്തു പ്രയോജനം? ഇത് വെളിച്ചമാക്കാൻ പോലും പോരല്ലോ. ഷേഖ് പുഞ്ചിരിച്ചു. അവൻ പറഞ്ഞു, മകനെ, ഇത് ലോകം പ്രകാശിപ്പിക്കാനല്ല, എന്റെ ഹൃദയം പ്രകാശിപ്പിക്കാനാണ്. യാത്രക്കാരൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ വലിയ ഇബാദത്ത് ചെയ്യുന്നില്ലേ? ദീർഘനമസ്കാരം, വലിയ സദഖ, കഠിന തപസ്സുകൾ. ഷേഖ് പറഞ്ഞു, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഞാൻ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ ശ്രമിക്കുന്നു. യാത്രക്കാരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, ചെറിയ കാര്യങ്ങൾ അല്ലാഹുവിനിഷ്ടമാകുമോ? ഷേഖ് പറഞ്ഞു, മകനെ, മഴത്തുള്ളി ചെറുതാണ്, പക്ഷെ അനവധി മഴത്തുള്ളികൾ നദിയാകുന്നു. അവർ തുടർന്നു, ഒരു ബിസ്മില്ലാ, ഒരു സലാം, ഒരു പുഞ്ചിരി, ഒരു നന്ദി, ഇവ ഓരോന്നും ചെറുതാണെന്ന് തോന്നും, പക്ഷെ ഇവ ചേർന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറും. യാത്രക്കാരൻ ചോദിച്ചു, അല്ലാഹു എന്താണ് നോക്കുന്നത്? ഷേഖ് മറുപടി പറഞ്ഞു, പ്രവൃത്തിയുടെ വലിപ്പമല്ല, ഹൃദയത്തിലെ സത്യസന്ധതയാണ്. പിന്നീട് ഷേഖ് പറഞ്ഞു, നാളെ നീ അല്ലാഹുവിനെ കാണുമ്പോൾ നീ പറയില്ല, യാ അല്ലാഹ്, ഞാൻ വലിയവനായിരുന്നു. നീ പറയും, യാ അല്ലാഹ്, ഞാൻ ചെറിയ കാര്യങ്ങളിൽ നിന്നെ മറന്നില്ല. യാത്രക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മനസ്സിലാക്കി, ചെറിയ ദീപം വലിയ ഇരുട്ടിനെ പതുക്കെ തോൽപ്പിക്കും. കഥയുടെ സന്ദേശം, നീ ചെയ്യുന്ന ചെറിയ സുന്നത്ത് നീ കാണാത്തിടത്ത് വലിയ വെളിച്ചമാകാം. സ്ഥിരതയാണ് രഹസ്യം. പലർക്കും തോന്നുന്നത് സുന്നത്ത് എന്നത് നമസ്കാരത്തിലെ ചില റക്അത്ത് മാത്രം, റമളാനിലെ ചില അധിക ഇബാദത്തുകൾ മാത്രം. പക്ഷെ സത്യം, സുന്നത്ത് ഒരു ഇബാദത്ത് ലിസ്റ്റല്ല, സുന്നത്ത് ഒരു ജീവിതശൈലിയാണ്. സുന്നത്ത് എന്നാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച രീതി. സുന്നത്ത് എന്നത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ സംസാരിച്ചിരുന്നു, എങ്ങനെ ഭക്ഷിച്ചിരുന്നു, എങ്ങനെ ഉറങ്ങിയിരുന്നു, എങ്ങനെ ആളുകളോട് പെരുമാറിയിരുന്നു, എങ്ങനെ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു, ഇവയെല്ലാം ചേർന്നതാണ്. അതുമാത്രമല്ല, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്താശൈലി പോലും സുന്നത്തിലാണ്. ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും സുന്നത്തുകളുണ്ട്. നമസ്കാരം സുന്നത്ത്, ഭക്ഷണം സുന്നത്ത്, വ്യാപാരം സുന്നത്ത്, കുടുംബജീവിതം സുന്നത്ത്, സൗഹൃദം സുന്നത്ത്. അർത്ഥം, നിന്റെ ജീവിതത്തിൽ ഇബാദത്തില്ലാത്ത സമയം എന്നൊന്നില്ല. സുന്നത്ത് ജീവിതശൈലി എന്നതിന്റെ സാരം, നീ രാവിലെ എഴുന്നേൽക്കുന്നു, നീ പറയുന്നു, യാ അല്ലാഹ്, ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാം നിന്റെ സന്തോഷത്തിനായാണ്. ഇതോടെ
നിന്റെ ജോലി ഇബാദത്ത്, നിന്റെ പഠനം ഇബാദത്ത്, നിന്റെ കുടുംബ പരിപാലനം ഇബാദത്ത്. ഇതാണ് അത്ഭുതം. സുന്നത്ത് ജീവിതശൈലി വേഴ്സസ് ആചാര ഇസ്ലാം. ആചാര ഇസ്ലാം എന്നാൽ നമസ്കാരം മാത്രം, നോൻപു മാത്രം, ചില ദുആകൾ മാത്രം. സുന്നത്ത് ജീവിതശൈലി നമസ്കാരം, സ്വഭാവം, പെരുമാറ്റം, ശീലം, ചിന്ത, ഇതെല്ലാം ചേർന്നതാണ്. സുന്നത്ത് ജീവിതം എന്തു മാറ്റമുണ്ടാക്കും? കോപം കുറയും, ക്ഷമ വർദ്ധിക്കും, ലഘുത്വം വരും, ഹറാം വെറുപ്പാകും, ഹലാൽ സുഖമാകും. ഇത് ഒരു ദിവസം കൊണ്ടല്ല, പതുക്കെ. സുന്നത്ത് ജീവിതം ഭാരമല്ല. ചിലർ കരുതും സുന്നത്ത് പാലിച്ചാൽ ജീവിതം കഠിനമാകും. പക്ഷെ സത്യം, സുന്നത്ത് ജീവിതം ലളിതമാക്കാനാണ്. കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ലളിതമായി ജീവിച്ചു. സുന്നത്ത് ജീവിതത്തിന്റെ സൗന്ദര്യം. നിനക്ക് വലിയ അറിവ് വേണ്ട, നിനക്ക് വലിയ സമയം വേണ്ട, നിനക്ക് വേണ്ടത് അനുകരണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് എല്ലാം. ഒരു ചെറിയ ഉദാഹരണം. നീ ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്തോടെ ബിസ്മില്ലാ, വലത് കൈ, മിതത്വം. ഇപ്പോൾ ഭക്ഷണം ഇബാദത്തായി. സുന്നത്ത് 1. ദിവസാരംഭത്തിലെ നീയത്ത്. നിന്റെ ദിവസം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? അലാറം ശബ്ദത്തിൽ നിന്ന്, ഫോണിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നിന്ന്? ഇസ്ലാം നമ്മോട് പറയുന്നു, നിന്റെ ദിവസം തുടങ്ങേണ്ടത് നീയത്തിലൂടെയാണ്. നീയത്ത് എന്നതെന്താണ്? നീയത്ത് എന്നാൽ ഹൃദയത്തിലെ തീരുമാനം. ഞാൻ ഇന്ന് ചെയ്യുന്നത് അല്ലാഹുവിന്റെ സന്തോഷത്തിനായാണ്. ഇതുപോലുള്ള ഒരു ചിന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവൃത്തികൾ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അർത്ഥം, ഒരേ പ്രവൃത്തി രണ്ടാളുകൾ ചെയ്യുന്നു. ഒരാൾക്ക് പ്രതിഫലം, മറ്റൊരാൾക്ക് ഒന്നുമില്ല. കാരണം നീയത്ത്. നീയത്ത് ദിവസം മാറ്റുന്നതെങ്ങനെ? നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുക, യാ അല്ലാ, ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാം നിന്റെ സന്തോഷത്തിനായാണ്. ഇതോടെ നിന്റെ ജോലി ഇബാദത്ത്, നിന്റെ പഠനം ഇബാദത്ത്, നിന്റെ കുടുംബസേവനം ഇബാദത്ത്. ഇതാണ് അത്ഭുതം. നീയത്തുള്ള മനുഷ്യനും ഇല്ലാത്ത മനുഷ്യനും 2 പേർ ജോലി ചെയ്യുന്നു. ഒരാൾക്ക് പണമുണ്ടാക്കണം, മറ്റൊരാൾക്ക് ഹലാൽ വഴി സമ്പാദിച്ച് എന്റെ കുടുംബത്തെ പരിപാലിച്ച് അല്ലാഹുവിനെ സന്തുഷ്ടനാക്കണം. ജോലി ഒരേത്, ശമ്പളം ഒരേത്, പക്ഷേ ആകാശത്ത് എഴുതപ്പെടുന്നത് വ്യത്യസ്തം. നീയത്ത് ദുആ ആയി മാറുമ്പോൾ രാവിലെ ഒരു ചെറിയ ദുആ, യാ അല്ലാ, എന്റെ വാക്കുകളും പ്രവൃത്തികളും നിനക്ക് പ്രിയമായതാക്കണമേ. ഇതു പറഞ്ഞാൽ മതി. ദീർഘദുആ വേണ്ട, സ്ഥിരത വേണം. നീയത്ത് ജീവിതത്തെ ശുദ്ധമാക്കും. നീയത്തുള്ളപ്പോൾ കള്ളം പറയാൻ മനസ്സ് സമ്മതിക്കില്ല, ചതി ചെയ്യാൻ മനസ്സ് സമ്മതിക്കില്ല, ഹറാം വെറുപ്പാകും. കാരണം നീ എല്ലാം അല്ലാഹുവിനു വേണ്ടിയാണ് ചെയ്യുന്നത്. നീയത്ത് മറന്നാലോ? പ്രശ്നമില്ല, ദിവസത്തിന്റെ ഏത് സമയത്തും മാറ്റാം. ഇപ്പോൾ തന്നെ പറയുക, യാ അല്ലാ, ഇന്നത്തെ എന്റെ ശേഷിച്ച സമയത്തെ നിനക്ക് വേണ്ടിയാക്കുന്നു. ഇതും മതിയാകും. ചെറിയ ശീലം. അലാറം ഓഫ് ചെയ്യുമ്പോൾ 1 സെക്കൻഡ് ഹൃദയത്തിൽ പറയുക, ഇന്ന് അല്ലാഹുവിനായി, ഇതുമതി. സുന്നത്ത് 2. എല്ലാ കാര്യങ്ങളിലും ബിസ്മില്ലാഹ് പറയുക. നമ്മൾ ദിവസത്തിൽ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വീട് വിട്ടിറങ്ങുന്നു, ഫോൺ എടുക്കുന്നു, ജോലി തുടങ്ങുന്നു. ഇതിൽ എത്ര കാര്യങ്ങൾക്ക് മുൻപ് നീ ബിസ്മില്ലാഹ് പറയുന്നു? ബിസ്മില്ലാഹ് എന്നത് വെറും വാക്കല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥം, കരുണയും കൃപയും നിറഞ്ഞ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇത് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ അല്ലാഹുവിനോടൊപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പ്രാധാന്യമുള്ള ഒരു കാര്യവും ബിസ്മില്ലാഹ് പറയാതെ ആരംഭിച്ചാൽ അത് ബറക്കത്തില്ലാത്തതായിരിക്കും. അർത്ഥം, നീ ചെയ്താലും ഫലം കുറവായിരിക്കും. ബിസ്മില്ലാഹ് ജീവിതത്തിൽ ചെയ്യുന്നത് ശൈത്താനെ അകറ്റും, ബറക്കത്ത് വർദ്ധിപ്പിക്കും, പാപത്തിലേക്ക് പോകുന്നത് തടയും. കാരണം ഹറാം ചെയ്യാൻ മുൻപ് ബിസ്മില്ലാഹ് പറയാൻ മനസ്സ് സമ്മതിക്കില്ല. അവിടെ തന്നെ നീ രക്ഷപ്പെടും. ഒരു ചെറിയ ഉദാഹരണം. ഫോൺ തുറക്കാൻ പോകുമ്പോൾ നീ പറഞ്ഞു, ബിസ്മില്ലാഹ്. ഇപ്പോൾ ഹറാം കാണാൻ മനസ്സു വരുമോ? ഇല്ല. കാരണം നീ അല്ലാഹുവിന്റെ നാമമെടുത്തു. ഭക്ഷണത്തിലെ ബിസ്മില്ലാഹ്. ഒരേ ഭക്ഷണം, 2 പേർ. ഒരാൾ ബിസ്മില്ലാഹ് പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞില്ല. ഒരാൾക്ക് ബറക്കത്ത്, ആരോഗ്യത്തിന് ഗുണം, സുകൃതം. മറ്റൊരാൾക്ക് വയറ് നിറയും, പക്ഷേ പ്രതിഫലമില്ല. വ്യത്യാസം
ഒരു വാക്ക്. ശൈത്താൻ ഭക്ഷണം പങ്കിടുന്നത് എപ്പോൾ? നീ ബിസ്മില്ലാഹ് മറന്നാൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മറന്നാൽ ഭക്ഷണത്തിനിടയിൽ പോലും പറയുക, ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, ആരംഭത്തിലും അവസാനത്തിലും അല്ലാഹുവിന്റെ നാമത്തിൽ. ദിവസേന പ്രാക്ടീസ് ചെയ്യാവുന്ന ഇടങ്ങൾ: വാതിൽ തുറക്കുമ്പോൾ, വാഹനം കയറുമ്പോൾ, പഠനം തുടങ്ങുമ്പോൾ, ജോലി തുടങ്ങുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ, എല്ലായിടത്തും. ചെറിയ ശീലം: ഇന്നു മുതൽ ഒരാഴ്ച നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കു മുൻപ് ബിസ്മില്ലാഹ് പറയാൻ ശ്രമിക്കുക. നീ തന്നെ മാറ്റം അനുഭവിക്കും. സുന്നത്ത് 3 മിസ്വാക്ക് അല്ലെങ്കിൽ വായ് ശുചിത്വം. നമ്മൾ ദിവസം പലതവണ കണ്ണാടിയിൽ നോക്കും, മുഖം വൃത്തിയാണോ എന്ന് പരിശോധിക്കും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗം മറക്കുന്നു: വായ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം വായ് ശുചിത്വത്തിന് നൽകിയ പ്രാധാന്യം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ ഓരോ നമസ്കാരത്തിനു മുൻപും മിസ്വാക്ക് നിർബന്ധമാക്കുമായിരുന്നു. ഇതിന്റെ അർത്ഥം വായ് ശുചിത്വം ഇസ്ലാമിൽ എത്ര വലിയ സ്ഥാനമാണുള്ളത് എന്ന്. മിസ്വാക്ക് എന്താണ്? ഒരു ചെറിയ മരക്കഷ്ണം, പക്ഷേ അല്ലാഹുവിന് പ്രിയമുള്ള ഒരു ചെറിയ സുന്നത്ത്. ചെറുതായി തോന്നും, പക്ഷേ പ്രതിഫലം വലുതാണ്. വായ് ശുചിത്വം എന്നാൽ അല്ലാഹുവിന്റെ സന്തോഷം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വായ് ശുദ്ധമാക്കുന്നത് റബ്ബിന്റെ സന്തോഷമാണ്. അതായത് നീ പല്ല് വൃത്തിയാക്കുമ്പോൾ അത് വെറും ഹെൽത്ത് കാര്യമല്ല, അതൊരു ഇബാദത്താണ്. അതിന്റെ കാരണം, ഖുർആൻ വായിക്കുന്നത് വായിലൂടെയാണ്, ദുആ പറയുന്നത് വായിലൂടെയാണ്, ദിക്ർ ചെയ്യുന്നത് വായിലൂടെയാണ്. അല്ലാഹുവിന്റെ വാക്കുകൾ പുറപ്പെടുന്ന വഴിയാണിത്. അതിനാൽ ആ വഴി ശുദ്ധമായിരിക്കണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റ്: പലർക്കും രാവിലെ മാത്രം ബ്രഷ് ചെയ്യുന്നു. പക്ഷേ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയങ്ങളിലും മിസ്വാക്ക് ഉപയോഗിച്ചിരുന്നു. സുന്നത്ത് സമയങ്ങൾ: ഉറങ്ങാൻ മുൻപ്, ഉറങ്ങി എഴുന്നേറ്റപ്പോൾ, നമസ്കാരത്തിനു മുൻപ്, ഖുർആൻ വായിക്കാൻ മുൻപ്, വായിൽ മണം തോന്നുമ്പോൾ. മിസ്വാക്ക് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ബ്രഷ് ഉപയോഗിച്ചാലും സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കും. ഒരു നിബന്ധനയോടെ: നിയ്യത്തുണ്ടാകണം. ഞാൻ സുന്നത്ത് പാലിക്കാൻ പല്ല് വൃത്തിയാക്കുന്നു. ഇതു പറഞ്ഞാൽ മതി. ഒരു മനോഹരമായ ചിന്ത: നീ മിസ്വാക്ക് ഉപയോഗിക്കുമ്പോൾ മലക്കുകൾ അടുത്തുവരുന്നു. കാരണം അവർക്കും ദുർഗന്ധം ഇഷ്ടമല്ല. നീ ഖുർആൻ വായിക്കുമ്പോൾ നിന്റെ വായിൽ നിന്ന് നല്ല മണം വരുമ്പോൾ എത്ര മനോഹരമായ കാഴ്ച! ചെറിയ ഉദാഹരണം: നീ ഒരു വലിയ ആളെ കാണാൻ പോകുന്നുവെങ്കിൽ ആദ്യം എന്തു ചെയ്യും? മുഖം കഴുകും, വസ്ത്രം ശരിയാക്കും. പക്ഷേ നീ ദിനംപ്രതി കാണാൻ പോകുന്നത് ആരെയാണ്? അല്ലാഹുവിനെ, നമസ്കാരത്തിൽ. അപ്പോൾ വായ് ശുദ്ധമാക്കുന്നത് എത്ര പ്രധാനമാണ്! വായ് ശുചിത്വം ചെറിയ സുന്നത്തുപോലെ തോന്നും, പക്ഷേ അല്ലാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട്. സുന്നത്ത് 4 സലാം പറയുന്ന ശീലം. ഇന്ന് മനുഷ്യർക്കിടയിൽ ഏറ്റവും കുറവായതെന്താണ്? പുഞ്ചിരി, സ്നേഹം, സമാധാനം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച ഒരു ചെറിയ വാക്കുണ്ട്: അസ്സലാമു അലൈക്കും. അർത്ഥം, നിനക്ക് സമാധാനമുണ്ടാകട്ടെ. സലാം വെറും അഭിവാദ്യമല്ല. സലാം എന്നത് ഒരു ദുആ ആണ്, ഒരു അനുഗ്രഹമാണ്, ഒരു ബന്ധം സ്ഥാപിക്കുന്ന വാക്കാണ്. നീ ആരോടെങ്കിലും സലാം പറയുമ്പോൾ നീ അവർക്കായി ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല ഈമാനില്ലാതെ. നിങ്ങൾക്ക് പൂർണ്ണ ഈമാൻ ഉണ്ടാകില്ല പരസ്പരം സ്നേഹിക്കാതെ. ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കട്ടെ. നിങ്ങളത് ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. നിങ്ങൾക്കിടയിൽ സലാം പരത്തുക. സലാം എന്തു ചെയ്യുന്നു? ഹൃദയത്തിലെ കാഠിന്യത്തെ ഉരുക്കും, വൈരാഗ്യം കുറക്കും, ബന്ധങ്ങൾ ശക്തമാക്കും, സ്നേഹം വളർത്തും. ഒരു വാക്ക്, ഇത്ര വലിയ മാറ്റം. ഇന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റ്: നമ്മൾ കാത്തിരിക്കും, അവർ ആദ്യം പറഞ്ഞാൽ ഞാൻ പറയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആദ്യം സലാം പറയുന്നവനാണ് അല്ലാഹുവിന്റെ അടുത്ത് മികച്ചവൻ. ആരൊക്കെ സലാം പറയണം? അറിയുന്നവരോട്, അറിയാത്തവരോട്, ചെറുപ്പക്കാരോട്, മുതിർന്നവരോട്, എല്ലാവർക്കും. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലം. ചെറിയ ഉദാഹരണം: നീ ഒരു കടയിൽ കയറുന്നു, നിശബ്ദമായി നിൽക്കുന്നു. മറ്റൊരു ദിവസം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കയറുന്നു. രണ്ടനുഭവം തമ്മിൽ വ്യത്യാസമുണ്ടാകില്ലേ? ഒരു വാക്ക് അന്തരീക്ഷം മാറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പുഞ്ചിരിയോടെയായിരുന്നു. സലാം പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചാൽ അത് സദക്കയാണ്. വീട്ടിൽ കയറുമ്പോൾ
ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട് സലാം പറയുക. വീട്ടിൽ ബറക്കത്ത് വരും. ചെറിയ ശീലം. ഇന്നു മുതൽ നീ കാണുന്ന ആദ്യ 3 ആളുകളോട് സലാം പറയുക. ലജ്ജ തോന്നിയാലും അത് ഈമാനിന്റെ പരീക്ഷയാണ്. സുന്നത്ത് 5 പുഞ്ചിരി. നിനക്ക് ഒന്നുമില്ലാതിരുന്നാലും മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സമ്പത്തുണ്ടല്ലോ, പുഞ്ചിരി. പണം വേണ്ട, ശക്തി വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, ഒരു ചെറു പുഞ്ചിരി മതി. പുഞ്ചിരി ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സഹാബികൾ പറയുന്നു, അദ്ദേഹം പലപ്പോഴും പുഞ്ചിരിയോടെയായിരുന്നു. അദ്ദേഹം കഠിനമുഖം കാണിച്ചിരുന്നില്ല, കടുപ്പമുള്ള സംസാരമില്ല, സൗമ്യമായ മുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരനെ പുഞ്ചിരിയോടെ കാണുന്നത് ഒരു സദഖയാണ്. അർത്ഥം, നീ പുഞ്ചിരിച്ചാൽ നിനക്ക് സദഖയുടെ പ്രതിഫലം. എത്ര ലളിതം! നമ്മൾ പുഞ്ചിരിക്കാത്തതെന്ത്? ജീവിതഭാരം, പ്രശ്നങ്ങൾ, ടെൻഷൻ, നിരാശ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മളെക്കാൾ കൂടുതൽ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം പുഞ്ചിരിച്ചു. പുഞ്ചിരി എന്തു ചെയ്യുന്നു? മുന്നിലെ ആളിന്റെ മനസ്സ് ലഘൂകരിക്കും, ബന്ധങ്ങൾ മധുരമാക്കും, വൈരാഗ്യം കുറക്കും, നിന്റെ ഹൃദയം പോലും ശാന്തമാക്കും. പുഞ്ചിരി ആദ്യം ചികിത്സിക്കുന്നത് നിന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം. നീ കടുപ്പമുള്ള മുഖത്തോടെ വീട്ടിൽ കയറുന്നു. വീട്ടിലെ അന്തരീക്ഷം ഭാരം. നീ പുഞ്ചിരിച്ചു കയറുന്നു. വീട്ടിലെ അന്തരീക്ഷം ലഘു. വാക്കുകളൊന്നും വേണ്ട, മുഖം മതി. പലരും ഇസ്ലാമിനെക്കുറിച്ച് ഒരു പുസ്തകവും വായിക്കില്ല, ഒരു കുത്തുബയും കേൾക്കില്ല. പക്ഷേ നിന്റെ നല്ല പെരുമാറ്റം കാണും, നിന്റെ പുഞ്ചിരി കാണും. അതുവഴി ഇസ്ലാം പഠിക്കും. പുഞ്ചിരി വ്യാജമാകരുത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന സൗമ്യമായ പുഞ്ചിരി, അതുതന്നെ സുന്നത്ത്. പുഞ്ചിരിക്കാനാവില്ലെങ്കിൽ കുറഞ്ഞത് മുഖം കടുപ്പമാക്കരുത്. ഇതും സുന്നത്തിന്റെ ഭാഗമാണ്. ചെറിയ ശീലം. ഇന്നു മുതൽ നീ കാണുന്നയാളോട് സലാം പറഞ്ഞ് ഒന്ന് പുഞ്ചിരിക്കുക. ഇത് മതി. സുന്നത്ത് 6 ദിവസേന പറയുന്ന ചെറിയ ദുആക്കൾ. നിനിക്ക് ദിവസം മുഴുവൻ അല്ലാഹുവിനോട് സംസാരിക്കാൻ സമയം കിട്ടാറുണ്ടോ? പലർക്കും തോന്നും, എനിക്ക് ദീർഘദുആക്കൾ അറിയില്ല. പക്ഷേ സത്യം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെറിയതെങ്കിലും സ്ഥിരമായ ദുആക്കളാണ്. ദുആ വെറും അപേക്ഷയല്ല. ദുആ എന്ന ഇബാദത്ത്. നീ ദുആ ചെയ്യുമ്പോൾ നീ അല്ലാഹുവിനോട് നിന്റെ ദൗർബല്യം സമ്മതിക്കുന്നു. അതുതന്നെ വലിയ ഈമാനിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആക്കൾ എങ്ങനെയായിരുന്നു? ചുരുങ്ങിയ വാക്കുകൾ, വലിയ അർത്ഥം, എളുപ്പം ഓർക്കാവുന്നവ, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്നവ. ചില ശക്തമായ ചെറിയ ദുആക്കൾ. ഉറങ്ങാൻ മുൻപ് ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂത്ത്. യാ അല്ലാഹ്, നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന, ഞങ്ങളെ വീണ്ടും ജീവിപ്പിച്ച അല്ലാഹുവിന് സ്തുതി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ആശ്രയിച്ചു. ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. ഭക്ഷണത്തിനു മുൻപ് ബിസ്മില്ലാ. ഇത്ര മതി. ഈ ദുആക്കൾ എന്തു ചെയ്യുന്നു? ശൈത്താനിൽ നിന്ന് സംരക്ഷണം, മനസ്സിന് ശാന്തത, ദിവസത്തിൽ ബറക്ക, പാപങ്ങളിൽ നിന്ന് അകലം. ഇന്നു നമ്മൾ ചെയ്യുന്ന തെറ്റ്, ദുആയെ വലിയ പ്രശ്നസമയത്തേക്ക് മാറ്റിവെക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ചെറിയ കാര്യങ്ങളിലും ദുആ പഠിപ്പിച്ചു. കാരണം അല്ലാഹുമായി ബന്ധം സ്ഥിരമായി ഉണ്ടാകണം. ഒരു മനോഹരമായ ചിന്ത. നീ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ദിവസം മുഴുവൻ അവനോട് സംസാരിക്കില്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെ. ദുആകൾ ഓർക്കാൻ എളുപ്പമാർഗം. ഒരാഴ്ചയിൽ ഒരു ദുആ പഠിക്കുക. ഈ മാസം അവസാനിക്കുമ്പോൾ 4 പുതിയ ദുആകൾ. ഒരു വർഷത്തിൽ 48 ദുആകൾ. ചെറിയ ശീലം, വലിയ സമ്പത്ത്. ചെറിയ ശീലം. ഇന്നു മുതൽ ഉറങ്ങാൻ മുൻപ് ഒരു ചെറിയ ദുആ. ഇതോടെ ആരംഭിക്കുക. സുന്നത്ത് 7 മിതമായ ഭക്ഷണം. നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? വിശപ്പു മാറാൻ, അല്ലെങ്കിൽ വയറു നിറയ്ക്കാൻ. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കേണ്ടത് ജീവിക്കാൻ വേണ്ടിയാണ്, ജീവിക്കുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മനുഷ്യൻ നിറയ്ക്കുന്ന ഏറ്റവും മോശം പാത്രം തന്റെ വയറാണ്. കുറച്ചു കഷ്ണങ്ങൾ മതി മനുഷ്യന്. വയറ്റിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വയറ് നിറച്ച് തുടർച്ചയായി ഭക്ഷിച്ചിരുന്നില്ല. ലളിത ഭക്ഷണം, അളവുള്ള ഭക്ഷണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റ്, വിശപ്പില്ല, പക്ഷേ സമയം വന്നതുകൊണ്ട് കഴിക്കുന്നു, രുചിയുള്ളതുകൊണ്ട് കഴിക്കുന്നു, മുൻപിലുണ്ടായതുകൊണ്ട് കഴിക്കുന്നു. ഫലം അമിതവണ്ണം, അലസത, നമസ്കാരത്തിൽ ക്ഷീണം, ദിക്റിൽ ശ്രദ്ധ കുറവ്. വയറ് നിറയുമ്പോൾ ആത്മാവ് ക്ഷീണിക്കും. വയറ് ഭാരമായാൽ ഹൃദയം ഭാരമേറും. ഹൃദയം ഭാരമേർന്നാൽ ഇബാദത്ത് ഭാരമാകും. ഇതൊരു സത്യമാണ്. മിതമായ ഭക്ഷണം എന്തു ചെയ്യുന്നു? ശരീരം ലഘുവാക്കും, മനസ്സ് ശാന്തമാക്കും, നമസ്കാരത്തിൽ ഖുശൂഅ് നൽകും, രോഗങ്ങൾ കുറയ്ക്കും. ഒരു ചെറിയ ഉദാഹരണം. നീ വയറ് നിറച്ചു കഴിച്ച ദിവസം നമസ്കാരം ചെയ്യാൻ അലസ്യം. നീ ലഘുവായി കഴിച്ച ദിവസം
നമസ്കാരം ലളിതം. നിനക്ക് തന്നെ അറിയാം. സുന്നത്ത് രീതിയിൽ ഭക്ഷണം. വിശപ്പുള്ളപ്പോൾ മാത്രം കഴിക്കുക. ബിസ്മില്ലാഹ് പറയുക. വലത് കൈ ഉപയോഗിക്കുക. മിതമായി കഴിക്കുക. അൽഹംദുലില്ലാഹ് പറയുക. ഇതെല്ലാം ചേർന്നാൽ ഭക്ഷണം തന്നെ ഇബാദത്ത്. ചെറിയ ശീലം. ഇന്നു മുതൽ വയറ് പൂർണ്ണമായി നിറയുന്നതിനു മുൻപ് നിർത്തുക. ഇത് മതി എന്നു പറയാൻ പഠിക്കുക. സുന്നത്ത് 8. ചെറുതെങ്കിലും സഹായം. പലർക്കും തോന്നും, എനിക്ക് കൊടുക്കാനൊന്നുമില്ല, എനിക്ക് വലിയ സദഖ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് ചെറിയ സഹായവും വലിയ സദഖയാണ്. സഹായം പണം മാത്രമല്ല. സഹായമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പണം. പക്ഷേ ഇസ്ലാമിൽ സഹായമെന്നത് ഒരു വാക്ക്, ഒരു പ്രവൃത്തി, ഒരു ചിരി, ഒരു കൈത്താങ്ങ്, എല്ലാം സഹായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരനെ പുഞ്ചിരിയോടെ കാണുന്നത് സദഖയാണ്. റോഡിൽ നിന്ന് ഹാനികരമായ വസ്തു നീക്കം ചെയ്യുന്നത് സദഖയാണ്. നന്മയിലേക്ക് വഴി കാണിക്കുന്നത് സദഖയാണ്. ചെറുതായി തോന്നുന്നവ. ഇന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റ്. നമ്മൾ കാത്തിരിക്കും, എനിക്ക് കൂടുതലുണ്ടായാൽ സഹായിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇപ്പോൾ ഉള്ളതുകൊണ്ട് സഹായിക്കുക, ചെറുതായാലും. ഒരു ചെറിയ ഉദാഹരണം. ഒരു വയോധികൻ ഭാരം പിടിച്ചു നടക്കുന്നു. നീ കൈ കൊടുക്കുന്നു. 1 മിനിറ്റ്, നിനക്കൊന്നും നഷ്ടമില്ല. പക്ഷേ അല്ലാഹുവിന്റെ പുസ്തകത്തിൽ ഒരു സദഖ എഴുതപ്പെടുന്നു. സഹായം ഹൃദയം ശുദ്ധമാക്കും. സഹായിക്കുന്നവന്റെ ഹൃദയം കടുപ്പമാകില്ല. കരുണ വളരും. അഹങ്കാരം കുറയും. അല്ലാഹുവിനോട് അടുപ്പം വർദ്ധിക്കും. സഹായം നിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ ബുദ്ധിമുട്ട് നീ നീക്കിയവന്റെ ബുദ്ധിമുട്ട് അല്ലാഹു നീക്കും. അർത്ഥം, നീ മറ്റുള്ളവന്റെ കണ്ണീർ തുടച്ചാൽ അല്ലാഹു നിന്റെ കണ്ണീർ തുടയ്ക്കും. ചെറു സഹായങ്ങളുടെ ലിസ്റ്റ്. ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക. ഭാരമുള്ള സാധനം എടുത്തുകൊടുക്കുക. ആരുടെയോ വാക്ക് കേൾക്കുക. ദുഃഖത്തിലുള്ളവനെ ആശ്വസിപ്പിക്കുക. ഒരു നല്ല മെസ്സേജ് അയയ്ക്കുക. ഇതെല്ലാം സദഖയാണ്. സഹായം രഹസ്യമായാൽ കൂടുതൽ വില. ആരും അറിയാതെ, ആരും പുകഴ്ത്താതെ, നിനക്കും അല്ലാഹുവിനും മാത്രം. ഇതാണ് ഏറ്റവും ശക്തമായ സഹായം. ചെറിയ ശീലം. ഇന്നു മുതൽ ദിവസം കുറഞ്ഞത് ഒരു ചെറിയ സഹായം ചെയ്യുക. അതെന്തായാലും മതി. സുന്നത്ത് 9. വൈകുന്നേര ദിക്ർ ശീലം. ദിവസം മുഴുവൻ നീ എന്തെല്ലാം കണ്ടു? സ്ട്രെസ്സ്, വാക്കുകൾ, ശബ്ദങ്ങൾ, പ്രശ്നങ്ങൾ, ചിന്തകൾ. ഇതെല്ലാം കൊണ്ട് നിന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച ഒരു സുന്നത്തുണ്ട്. വൈകുന്നേര ദിക്ർ ചൊല്ലുക. വൈകുന്നേര ദിക്ർ എന്താണ്? മഗ്രിബിനു മുൻപ് അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം ചെയ്യുന്ന ചില ദുആകളും ദിക്റുകളും. ഇത് ദിവസത്തിന്റെ ആത്മീയ ക്ലോസിംഗ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ദിക്റും വൈകുന്നേര ദിക്റും ഒരിക്കലും വിട്ടിരുന്നില്ല. കാരണം ഇതൊരാത്മീയ കവചമാണ്. വൈകുന്നേര ദിക്ർ എന്തു ചെയ്യുന്നു? ശൈത്താനിൽ നിന്ന് സംരക്ഷണം, അനാവശ്യ ചിന്തകൾ കുറയ്ക്കും, ഹൃദയത്തിന് ശാന്തത നൽകും, രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റ്, വൈകുന്നേരം ഫോണ്, റീൽസ്, സോഷ്യൽ മീഡിയ, TV, മനസ്സ് കൂടുതൽ നിറയുന്നു. പക്ഷെ ദിക്ർ ചെയ്താൽ മനസ്സ് ലഘുവാകും. ദിക്ർ വലിയതാകേണ്ട. 1 മണിക്കൂർ വേണ്ട, 5 മിനിറ്റ് മതി. ഉദാഹരണങ്ങൾ: അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ആയത്തുൽ കുർസി. ഇതുമതി. നീ ഫോൺ ചാർജിലിടാതെ പോയാൽ ബാറ്ററി തീരും. നീ ദിക്ർ ചെയ്യാതെ പോയാൽ ഇമാൻ ബാറ്ററി തീരും. ദിക്ർ ചെയ്യുന്നവനും ഇല്ലാത്തവനും. ദിക്ർ ചെയ്യുന്നവൻ കൊടുങ്കാറ്റിനുള്ളിൽ സുരക്ഷിതമായ വീട്ടിലുള്ളവൻ പോലെ. ദിക്ർ ഇല്ലാത്തവൻ കൊടുങ്കാറ്റിനുള്ളിൽ തുറന്ന സ്ഥലത്ത് നിൽക്കുന്നവൻ പോലെ. സുന്നത്ത് 10. ഉറക്ക സുന്നത്തുകൾ. നമ്മൾ ജീവിതത്തിലെ 1/3 ഭാഗം എന്തു ചെയ്യുന്നു? ഉറങ്ങുന്നു. അത്ര വലിയ സമയം. പക്ഷേ അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാക്കിയാൽ ഉറക്കം പോലും ഇബാദത്തായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കം കാണുന്നത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറക്കം വെറും വിശ്രമമായിരുന്നില്ല. അത് ഒരു ഇബാദത്തായിരുന്നു, ഒരു ദുആ ആയിരുന്നു, ഒരു തയ്യാറെടുപ്പായിരുന്നു. ഉറങ്ങാൻ മുൻപ് ചെയ്യേണ്ട സുന്നത്തുകൾ. 1. വുദൂ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വുദൂ ചെയ്ത് ഉറങ്ങുമായിരുന്നു. കാരണം നീ ശുദ്ധിയിൽ ഉറങ്ങുന്നു. ശുദ്ധിയിൽ മരിച്ചാലോ? എത്ര വലിയ അനുഗ്രഹം. 2. കിടക്ക ശുദ്ധമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കിടക്കയിൽ കിടക്കുന്നതിനു മുൻപ് ഒന്ന് തട്ടിമാറ്റുക. കാരണം നീ അറിയാത്തതവിടെയുണ്ടാകാം. ഇത് ശുചിത്വവും സുരക്ഷയും. 3. വലത്തുവശത്ത് കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലം. ഇത് ആരോഗ്യത്തിനും നല്ലത്, സുന്നത്തുമാണ്. 4. ചെറിയ ദുആ. ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത്. അർത്ഥം, യാ അല്ലാഹ്,
നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ചെയ്യുന്നു. എത്ര ആഴമുള്ള വാക്കുകൾ! നീ ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ നീ മരണമോർക്കുന്നു. 5. ഖുർആൻ വായിക്കുക. കുറഞ്ഞത് ആയത്തുൽ കുർസി, ഇഖ്ലാസ്, ഫലഖ്, നാസ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഇതു വായിച്ച് ശരീരത്തിൽ ഊതി കൈകൊണ്ട് തേച്ചിരുന്നു. ഉറക്കം ഒരു ചെറിയ മരണം. ഉറങ്ങുമ്പോൾ നിന്റെ ആത്മാവ് എടുക്കപ്പെടുന്നു. രാവിലെ തിരികെ കിട്ടിയാൽ അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഉറങ്ങുന്ന മുൻപ് തൗബ ചെയ്യുന്നത് സുന്നത്ത്. ഉറങ്ങുന്ന മുൻപ് സ്വയം ചോദിക്കുക, ഇന്നു ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ? ഞാൻ അല്ലാഹുവിനോട് മാപ്പു ചോദിച്ചോ? ഞാൻ നന്ദി പറഞ്ഞോ? 2 മിനിറ്റ് മതി. ഇന്നു നമ്മൾ ചെയ്യുന്ന തെറ്റ്: കയ്യിൽ ഫോൺ, റീൽസ്, വീഡിയോ. മനസ്സ് നിറഞ്ഞ നിലയിൽ ഉറക്കം. ഫലം അശാന്ത ഉറക്കം. പക്ഷേ സുന്നത്ത് രീതിയിൽ ഉറങ്ങിയാൽ ശാന്തമായ ഉറക്കം, ബറക്കത്തുള്ള ഉറക്കം. നീ ഈ വീഡിയോ മുഴുവൻ കേട്ടപ്പോൾ ഒരു കാര്യം നിനക്ക് മനസ്സിലായിരിക്കണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വലിയ വലിയ കാര്യങ്ങളാൽ മാത്രം നിറഞ്ഞിരുന്നില്ല, ചെറിയ കാര്യങ്ങളാൽ നിറഞ്ഞിരുന്നു. ചെറിയ സുന്നത്തുകൾ. ഒരു പ്രധാന ചോദ്യം: നീ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെന്നു പറയുന്നു. പക്ഷേ നിന്റെ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ എത്ര ശീലങ്ങളുണ്ട്? 1, 2, അല്ലെങ്കിൽ ഒന്നുമില്ലേ? സ്നേഹം വാക്കുകളിൽ മാത്രമായിരിക്കരുത്, സ്നേഹം ജീവിതത്തിലായിരിക്കണം. യാ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ അലങ്കരിക്കണമേ. ചെറിയ സുന്നത്തുകളെ ഞങ്ങൾക്ക് പ്രിയമാക്കണമേ. ഞങ്ങളുടെ അവസാനം ഈമാനോടെയാക്കണമേ. ഞങ്ങളെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തി സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തോടൊപ്പം കൂട്ടിക്കണമേ. ആമീൻ. അസ്സലാമു അലൈക്കും.